സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാവുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി 80ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുഷ്പവൃഷ്ടി നടത്തുന്നത് ഹെലികോപ്റ്റർ ദൃശ്യങ്ങളിൽ കാണാം. രാജ്യം 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതമാകുമെന്ന് സ്വപ്നം പങ്കുവച്ച പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പതാക ഉയർത്തി ഇപ്പോൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാനായി പ്രത്യേക വാഹനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ സേനാ വിഭാഗങ്ങളുടെ അടുത്തേക്ക് പോകും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ വിവിധ സേനാ വിഭാഗങ്ങൾ തയ്യാറായി കഴിഞ്ഞു. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ചടങ്ങ് രാജ്യത്തെമ്പാടും വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ്. വന്ദേമാതരം ആലപിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ വന്ദേമാതരാലാപനം ഉണ്ടായില്ല. പകരം ദേശീയഗാനാലാപനത്തോടുകൂടി പതാക ഉയർത്തി അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നു. വന്ദേമാതരം ആലപിക്കാതെ ദേശീയഗാനം ആലപിച്ച് പതാക ഉയർത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും പ്രേക്ഷകർ കാണുന്നത്. വിവിധ പ്ലാറ്റൂണുകളുടെ, വിവിധ ബറ്റാലിയനുകളുടെ, വിവിധ സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറവിലാണ്. ഉണ്ടല്ലോ.
പ്രിയ പ്രേക്ഷകരെ, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പ്രേക്ഷകർക്ക് കാണാം. ചെങ്കോട്ടയിൽ ഇപ്പോൾ 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങുന്നു. ഡൽഹിയിൽ നിന്നുള്ള കാഴ്ച. കൊല്ലത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ ഷിബു ബേബി ജോണാണ് കൊല്ലത്ത് ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഓരോ ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാക്കനാട് പരേഡ് ഗ്രൗണ്ടിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണാണ് ഇപ്പോൾ പരേഡിന് നേതൃത്വം നൽകുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പരേഡുകളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പതാക ഉയർത്തിയത് ദേശീയഗാനാലാപനത്തോടു കൂടിയാണ്. സ്കെഡ്യൂളിൽ വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതേറെ ശ്രദ്ധേയമാണ്. എന്നാൽ രാജ്യത്ത് ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മുമ്പ് ത്രിവർണ്ണ പതാക ഉയർത്തുന്നതിന് മുൻപ് വന്ദേമാതരം പൂർണ്ണമായ തോതിൽ ആലപിച്ചിരുന്നു. അതിനുശേഷവും വന്ദേമാതരം ആലപിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ സ്കെഡ്യൂളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻട്രൽ സ്റ്റേഡിയത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ത്രിവർണ്ണ പതാക ഉയർത്തി ഇപ്പോൾ പരേഡിന് അഭിവാദ്യം സ്വീകരിക്കുകയാണ്. വിവിധ ബറ്റാലിയനുകൾ